ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രപ്വൈസ്. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 സി യു ഇ ടി, യു ജി, ഐ പി മാറ്റ്, ജിപ് മാറ്റ്, അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദി ഫിഗേഴ്സ് ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻ ക്യാൻ ബി ഫോംഡ് ഫ്രം ദി പീസസ് ഗിവൺ ഇൻ ഫിഗർ എക്സ്. അപ്പൊ ഈ ഒരു ഫിഗറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പീസസിൽ നിന്ന് ഫോം ചെയ്യാൻ കഴിയുന്ന ഫിഗർ ഏതാന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോ ഈ ഫസ്റ്റത്തെ ഒരു ഫിഗർ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അനാലിസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ ഈ ഒരു ഇതിന്റെ ഉള്ളിലായിട്ടാണ് എന്ത് വരുന്നത്, ഒരു ഡോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ലൈൻ എന്ത് ചെയ്യുന്നില്ല, തീർച്ചയായിട്ടും അവിടെ വരുന്നില്ല അല്ലെ. ഈ ഒരു ലൈൻ എന്താണ്, ഓക്കെ ആണ്, പക്ഷെ എക്സ്ട്രാ ഈ ഒരു ലൈൻ എന്ത് ചെയ്യുന്നില്ല, തീർച്ചയായിട്ടും അവിടെ വരുന്നില്ല. ദാറ്റ് മീൻസ് ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് ഫോം ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, തേർഡ് ഓപ്ഷൻ നോക്കുന്ന സമയത്തും അവിടെ ഒരു ഡോട്ട്സിന്റെ പൊസിഷൻ നോക്കുക, ഒരു ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബോക്സ് തീർച്ചയായിട്ടും അവിടെ ഫോം ചെയ്യേണ്ടതാണ്. ആ രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, തേർഡ് ഓപ്ഷനിൽ ഫോളോ ചെയ്തിട്ടില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ മീനിങ് ഫുൾ സീക്വൻസ്. അപ്പൊ താഴെ തന്നിരിക്കുന്നത് ഒരു മീനിങ് ഫുൾ സീക്വൻസ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം, കീ, ഡോറ്, ലോക്ക്, അതുപോലെ തന്നെ റൂം. ഫസ്റ്റ് ഏതാ വരാ, ഫസ്റ്റ് കീ വരും. കീ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലോക്ക് തുറക്കാണ്. നെക്സ്റ്റ് ലോക്ക്, നെക്സ്റ്റ് എന്ത് ചെയ്യും, ഡോറ് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റൂമിലേക്ക് എൻ്റർ ചെയ്യുക. ആ രീതിയിൽ നോക്കുമ്പോൾ കീ വരുന്നത് ഫസ്റ്റ് എ ആണ്, നെക്സ്റ്റ് ലോക്ക് വരുന്നത് സി ആണ്, നെക്സ്റ്റ് ഡോറ് വരുന്നത് ബി ആണ്, നെക്സ്റ്റ് റൂം വരുന്നത് ഡി ആണ്. ACBD ഓപ്ഷൻ എ തന്നെയാണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 1 തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ that does not belongs to the group. അപ്പോൾ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഓഡ് വൺ ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ഗ്രൂപ്പിൽ പെടാത്തത് ഏതാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്ടാംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ട്രയാംഗിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 സർക്കിൾ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനൊക്കെ വേർട്ടീസസും അതുപോലെ തന്നെ എഡ്ജസും ഉണ്ട്, എന്നാൽ സർക്കിളിന് വേർട്ടീസസും ഇല്ല, അതുപോലെ തന്നെ എഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല. ആ രീതിയിൽ നമുക്ക് സർക്കിൾ ഡിഫറെന്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഫസ്റ്റ് ജാനുവരി 2007 നോക്കാം, ജാനുവരി 1 2007 ഏതാ ദിവസം, മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ ജാനുവരി 1 2008 ഏതു ദിവസമായിരിക്കും? അതായത് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞു അല്ലെ. ജനുവരി 1 2007 കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞു. ജനുവരി 1 2008 ഏത് ദിവസം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന 2 ഇയേഴ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഇടയിൽ, അതായത് ഓൾമോസ്റ്റ് ഒരു ഇയർ വരുന്നുണ്ട്, അതിൽ ലീപ് ഇയർ എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം 2008 എന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ ആണ്. പക്ഷെ 2008 ലീപ് ഇയർ എഫക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും 2008 ഫെബ്രുവരി മാസത്തിലാണ്. പക്ഷെ ഇവിടെ ജനുവരി മാസത്തിലെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈവൻ 2008 ഒരു ലീപ് ഇയർ ആണെങ്കിൽ പോലും അതിനിവിടെ എന്തില്ല, തീരെ എഫക്ട് ഇല്ല. ദാറ്റ് മീൻസ് നോൺ ലീപ് ഇയറിൽ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, നോൺ ലീപ് ഇയറിൽ എത്ര ഓഡ് ഡേ ആണുള്ളത്, 1 ഓഡ് ഡേ ആണുള്ളത്. അപ്പൊ 1 ഡേയിലേക്ക് ഒരു ഡേയും കൂടി കൂട്ടി കൊടുക്കുക. ദാറ്റ് മീൻസ് ട്യൂസ്ഡേ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വാട്ടർ ഇമേജ് ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ വാട്ടർ ഇമേജ് ആണ്. വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ചേഞ്ച് ആണ് ഉണ്ടാവുക. മിറർ ഇമേജ് ആവുന്ന സമയത്ത് അവിടെ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ആവുകയും റൈറ്റ് ലെഫ്റ്റ് ആവുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ചേഞ്ച് ആണ് തീർച്ചയായിട്ടും എന്തുണ്ടാവുക, വാട്ടർ ഇമേജ്. ആ ഒരു ചേഞ്ച് ആണ് തീർച്ചയായിട്ടും എന്തുണ്ടാവുക, മിറർ ഇമേജിൽ ഉണ്ടാവുക. ഇവിടെ വാട്ടർ ഇമേജ് ആയതുകൊണ്ട് തന്നെ ഒരു അപ്സൈഡ് ഡൗൺ ചേഞ്ച് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് ഒന്നും യാതൊരു ചേഞ്ചും സംഭവിക്കില്ല. അപ്പൊ നമുക്കറിയാം എന്തായാലും ട്രയാംഗിൾ എത്തും, ട്രയാംഗിൾ മുകളിലേക്ക് എത്തും. അപ്സൈഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ട്രയാംഗിൾ എന്തായാലും മുകളിലേക്ക് എത്തും. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ നമ്മുടെ ആൻസർ അല്ല, ഈ ഓപ്ഷൻ നമ്മുടെ ആൻസർ അല്ല. ഓക്കെ, ഇനി ഈ 2 ഓപ്ഷൻസ് നോക്കാം. ഞാൻ പറഞ്ഞു അപ്സൈഡ് ഡൗൺ ആവുന്ന സമയത്ത് ട്രയാംഗിൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്സൈഡ് ഡൗൺ ആവുന്ന സമയത്ത് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം മുകളിൽ വരും അല്ലെ. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ ഇവിടെ ട്രയാംഗിളിന്റെ ആ ഒരു രീതി വെച്ചിരിക്കുന്ന രീതി നോക്കാം. ഈ ഓപ്ഷൻ നമ്മുടെ തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫൈൻഡ് ദി മിസ്സിംഗ് ടേം. നോക്കാം, 1 6 15 അടുത്തൊരു ടേം ഇല്ല. നെക്സ്റ്റ് 45, നെക്സ്റ്റ് 66 ആണ് വരുന്നത്. നെക്സ്റ്റ് 91 വരുന്നുണ്ട്. അപ്പൊ ഇവിടെ +5 ആഡ് ചെയ്തു, നെക്സ്റ്റ് 9 ആഡ് ചെയ്തു. അപ്പൊ ആദ്യം 5 ആഡ് ചെയ്തു,
പിന്നെ 9 ആഡ് ചെയ്തു അപ്പൊ +4. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് 13 ആയിരിക്കും ആഡ് ചെയ്യേണ്ടി വരിക അല്ലെ? അങ്ങനെയാണെങ്കിൽ 13 ആഡ് ചെയ്തിട്ട് ഏതാ വരിക? 28 ആണ് ആൻസർ വരേണ്ടത്. ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതും ആ ഒരു സീരീസ് അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. 13 പ്ലസ് നെക്സ്റ്റ് 17 ആണ് വരെ. 17 ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നോക്കാം. 28, 38, 45 കറക്റ്റ് ആണ്. നെക്സ്റ്റ് 21 ആഡ് ചെയ്യും, അവിടെയും 66 കറക്റ്റ് ആണ്. നെക്സ്റ്റ് 25 ആഡ് ചെയ്യും, അവിടെ എത്ര വരുന്നത്? 91 ആണ്. വളരെ കറക്റ്റ് ആയിട്ട് തന്നെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 1 28 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ മോർണിംഗ് എ മാൻ ഈസ് സ്റ്റാൻഡിങ് ഫേസിംഗ് നോർത്ത്. അപ്പോ എന്ത് ചെയ്യാണ്? മോർണിംഗ് ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് സണ്ണ് ഈസ്റ്റിലായിരിക്കും. ഒരാൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് നോർത്തിലോട്ട് തിരിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നോർത്തിലോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ഡിറക്ഷൻ വിൽ ഹിസ് ഷാഡോ ഫോംഡ്? അപ്പൊ ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഷാഡോ ഫോം ചെയ്യുക ഈ ഭാഗത്തോട്ടല്ല, ഈസ്റ്റിന്ന് ലൈറ്റ് അടിച്ചിട്ട് വെസ്റ്റിലോട്ടാണ് അദ്ദേഹത്തിന്റെ ഷാഡോ എന്ത് ചെയ്യുക? ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജേഷ് ഈസ് ബ്രദർ ഓഫ് അങ്കിത്. നോക്കാം, രാജേഷ് ഈസ് ബ്രദർ ഓഫ് അൻകിത്. ഓക്കെ ആണല്ലോ? സുഷമ ഈസ് സിസ്റ്റർ ഓഫ് ശുഭം. നോക്കാം, സുഷമ ഈസ് സിസ്റ്റർ ഓഫ് ശുഭം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അൻകിത് ഈസ് ദ സൺ ഓഫ് സുഷമ. അപ്പൊ സുഷമയുടെ സൺ ആണ് അൻകിത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അൻകിത്തിന്റെ ബ്രദർ ആയിട്ട് ഓൾറെഡി നമ്മളോട് രാജേഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻ വായിക്കണം, കാരണം നമ്മൾ ഓൾറെഡി താഴത് വരച്ചു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് രാജേഷ് റിലേറ്റഡ് ടു സുഷമ? രാജേഷ് സുഷമയുടെ ആരാണ്? മകനാണ്, സൺ അല്ലേ? തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നോക്കുക, സുഷമയുടെ മകനാണ് അങ്കിത് എന്ന് അറിയാം, അങ്കിത്തിന്റെ ബ്രദർ ആണ്. അപ്പൊ നമ്മുടെ ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മുടെ മദറും ഫാദറും എന്ത് ചെയ്യുന്നില്ല? ഡിഫറെന്റ് ആവുന്നില്ലല്ലോ, സെയിം തന്നെയല്ലേ വരാം. ദാറ്റ് മീൻസ് നമ്മുടെ സുഷമയുടെ സൺ ആണ് തീർച്ചയായിട്ടും ആര് വരുന്നത്? രാജേഷ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് L സ്റ്റാൻഡ്സ് ഫോർ പ്ലസ്, M സ്റ്റാൻഡ്സ് ഫോർ മൈനസ്, N സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, P സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, then 14N 10L 42P 2M 8 ഓക്കെ ഈസ് ഈക്വൽ ടു. അപ്പൊ എത്രയാണ് വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റത്തെ നോക്കാം. ഫസ്റ്റത്തെ N ആണ്, N സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് L ആണ്, L സ്റ്റാൻഡ്സ് ഫോർ അഡീഷൻ ആണ്. നെക്സ്റ്റ് P ആണ്, P സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് M ആണ് വരുന്നത്, M സ്റ്റാൻഡ്സ് ഫോർ മൈനസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. 42 divided by 2 that means 21 ആണ്, minus 8 plus 14 into 10. next multiplication ഇവിടെ almost 14 into 10 140 വന്നു, plus 21 minus 8 ഇവിടെ 161 minus 8 that means 153 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what will replace question mark in the given figure? താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ ആ ക്വസ്റ്റ്യൻ മാർക്കിനെ ഏതാണ് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ മൂവ്മെന്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോ ഈ ഒരു പ്ലസിന്റെ മൂവ്മെന്റ് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, അടുത്തത് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഫിഗറിൽ ഇവിടെ എത്തി. ഞാൻ അടുത്തൊരു ഫിഗറിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്തി. ഞാൻ അടുത്തൊരു ഫിഗറിൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. ദാറ്റ് മീൻസ് ഈ ഒരു പൊസിഷനിലായിരിക്കും എന്തുണ്ടാവുക? പ്ലസ് ഉണ്ടാവുക. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 നമ്മുടെ റൈറ്റ് ആൻസർ അല്ല, ഓപ്ഷൻ 4ഉം നമ്മുടെ റൈറ്റ് ആൻസർ അല്ല. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ഓപ്ഷൻ 1ലും ഓപ്ഷൻ 3യും ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ആൻസർ. അതിൽ ഇപ്പൊ പ്ലസും അതുപോലെ തന്നെ ഈ മൈനസും എന്താണ്? ഡിഫറെന്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഓപ്ഷൻ 3യിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് 2 പ്ലസ് ഉണ്ട്. ഇവിടെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരേ എലമെന്റ് 2 പ്രാവശ്യം വന്നതായിട്ട് ഈ ഒരു സീരീസിൽ ഉണ്ടോ? ഇവിടെ നോക്കുക 4ഉം ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. ഇവിടെ നോക്കാൻ 4ഉം ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. ഇവിടെ നോക്കുക 4ഉം ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 3യും നമ്മുടെ ആൻസർ ആവില്ല, ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ബാക്കി സീരീസ് എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ ആൻസർ കണ്ടെത്താൻ എന്ത് ചെയ്ത് മതിയായ ഹിന്റ്സ് അവിടെ ഇഷ്ടം പോലെ തന്നെ ഉണ്ട് ആണല്ലോ. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.